ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കൊച്ചി വന്നിട്ട് 6 മാസം, പക്ഷേ ഇതുവരെ വാട്ടർ മെട്രോയിൽ പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി ആഗ്രഹം പറഞ്ഞ എന്ത് വാട്ടർ മെട്രോയിൽ പോവാണ് നമ്മളും കൂട്ടുകാരും. ഓക്കെ, അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുങ്ങനെ കാണിച്ചു തരാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചയും കാണിച്ചു തരാം. അത്രയുള്ളതൊന്ന് ഒനീസ്, പിന്നെ ബാക്കി 2 ആൾ പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്കൂട്ടറിലല്ല യാത്ര, ഇന്ന് നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ, അല്ല പബ്ലിക് ട്രാൻസ്പോർട്ട്. അത് പ്രൈവറ്റ് ബസ്സാകണമെന്നില്ല, ഗവൺമെൻറ് ആണെന്നില്ല, സോറി, പബ്ലിക് ട്രാൻസ്പോർട്ട്. എന്താണോ ഒനീസ് പറയാനുള്ളത്? ഇതുവരെ വന്നിട്ട് നമ്മൾ വാട്ടർ മെട്രോയിൽ പോയിട്ടില്ല. എന്താണ് പറയാനുള്ളത്? എന്താണോ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് താൻ തന്നെ പറഞ്ഞത്. ചെക്കന് താടി മീശയെല്ലാം എടുത്ത് നാണക്കാരനായിരിക്കും. ഇന്നലെ ഒരു കല്യാണത്തിന് പോയിന് ചെക്കൻ. നമ്മൾ നിൽക്കണ തമ്മനം ഭാഗത്തുള്ള ഒരു കാഴ്ച, റോഡിന്റെ കാഴ്ച. 2 കൂട്ടുകാർ നമ്മളെ വിട്ട് ഇപ്പൊ നമ്മളൊറ്റക്ക് മൂഞ്ചി അത് ഷെഫീഖിന്റെ ജാണ് ശരി പളിക്കിട്ട് പോയ ബസ് സ്റ്റാൻഡ് നിങ്ങൾ കാണണോ? ബസ് സ്റ്റാൻഡ് ഇല്ല കൈ, ഗ്യാസ് സ്റ്റേഷൻ്റെ എവിടെയാണ് ബസ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയിട്ടുണ്ട്. ടിക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് 13 രൂപ. ചില്ലരക്കാരാണ് എന്താണ് കൊച്ചിയിലെ പ്രൈവറ്റ് ബസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം, ഫുള്ള് ഫ്രീ. ഓക്കെ, ഇതിപ്പോൾ മാത്രമേ ഫ്രീ. ഇന്ന് സ്കൂളില്ല, അതുകൊണ്ടാണ്. കോളേജ് സ്കൂളുള്ള സമയത്തൊക്കെ ഇത് കാലം വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇതാണ് സംസ്കാരം. നമ്മളിന്റെ റൂട്ടിൽ എന്ത് പറയാ? traffic block at Palari. Bus have been turned off their engine due to the heavy block. ഭയങ്കര ബ്ലോക്ക് കാണുന്നില്ല. ഇവിടെ കാണുന്നില്ല ബസ്. സ്റ്റേഡിയം പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെസ്സി വരുന്നത് തിരക്കാം. മെസ്സി വരുമോ ഇല്ലയോ കാത്തിരുന്നു കാണുക. മെസ്സി ഒന്നോടെ ചെക്കന് ക്യാമറിന്റെ മുമ്പിൽ ഫുള്ള് നാണക്കേട്. ഓ, ബസ്സും പോരാട്ടം. ബസ് പോരാട്ടം. ഇവിടെ ട്രാഫിക്, കല്ലൂർ ട്രാഫിക്. പോരാട്ടക്കന് പോരാട്ടെ. അപ്പൂപ്പൻ, ഓ എന്ത് രസം കാണാൻ. എന്റെ താടി ഉണ്ടെന്ന് അപ്പൂപ്പന്. ഇതാണ് അപ്പൂപ്പൻ. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ടിൽ ബസ് ഇറങ്ങി. ഇനി നമ്മൾ കയറാൻ പോകുന്നത് വാട്ടർ മെട്രോ ആണ്. നടന്നുകൊണ്ട് പോകണം. ഓപ്പോസിറ്റ് കോർട്ടും ഇവിടെയാണ് മെട്രോ. അതാണ് നമ്മളെ മെട്രോ എന്ന് തോന്നണ ഗൈസ്. ഏയ്, ഇത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റാ മെട്രോ, വാട്ടർ മെട്രോ ആയിരിക്കാം ഗൈസ്, ഐ ഡോണ്ട് നോ. മൈ ബൈക്ക് ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ.
നമ്മൾ അളക്കിയിട്ട് വന്നവന് നമ്മൾ അളക്കിയിട്ട് വന്നു അല്ലേ എന്തിന് അടുത്ത അടുത്ത ആളാണ് ഇത് അളക്കിയിട്ട് വന്നത് നമ്മളെ എന്ത് ഇത് ശരി കൊച്ചിയിൽ വന്നിട്ട് മെട്രോ പോകാൻ ബാക്കിയുണ്ടായി ഇപ്പൊ ആ ഓൻ്റെ ജോലി സംബന്ധമായിട്ട് അവൻ പോയിട്ടുണ്ട് പാർട്ട് ടൈം അത് രസം ഇതിനു മുമ്പ് വാട്ടർ മെട്രോ പോയിന എപ്പോ ഓൻ വെറുതെ പറഞ്ഞു പറയാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ വല്ല സീക്രട്ട് മെട്രോയില് പോകാൻ എന്താ സാധനം ബാങ്ക് കാർഡ് ആക്സിസ് ടിക്കറ്റ് അല്ല എന്താ സ്കൂളിലേക്ക് ക്യൂ വന്ന് എല്ലാവരും വരിയായി പോവുക ആഫ്റ്റർ എ ലോങ് ടൈം ക്യൂ നിന്നിട്ട് നല്ല ക്യൂ ഉണ്ട് 1 hand distance മെയിൻറ്റെയിൻ ചെയ്യുക ഏത് ഓക്കെ പള്ളിയിലെ വെയിറ്റ് ചെയ്യണ്ടേ ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന മെട്രോ സീറ്റ് ഫുള്ളാണെന്ന് തോന്നുന്നു മെട്രോ ഫുൾ എന്നാടി ചളി അടിച്ച് വണ്ടി മൂവായി ഇതാണ് ക്രൗഡ്. അപ്പോൾ മെട്രോയിൽ വാട്ടർ മെട്രോയിൽ സീറ്റ് പ്രതീക്ഷിക്കണ്ട, പെട്ടെന്ന് കൊച്ചി കായലി പിന്നെ സ്പീഡ് തിരിഞ്ഞ് നമ്മൾ കിടന്നിട്ടുണ്ടാവും സാമാന്യം. ഗ്രാൻഡ് ഹയാത്തുണ്ട് അവിടെ. മരം നോക്കണം. ഇതെന്ത് പാലസ്? എന്തോ ഒരു പാലസ്, ബോൾഗാട്ടി പാലസ്. പാലസിന് ചുറ്റും മരമാണ് ഗൈസ്. അടുത്ത മെട്രോ അല്ല, അടുത്ത ബോട്ടും നോക്കണം. അടുത്ത മെട്രോ ഇവിടെയാണ് ബോട്ട് ഗൈസ്. അവിടെ കുഞ്ഞു ബോട്ട് വരുന്നതാണ്. പോർട്ട്, കൊച്ചിയിലെ പോർട്ട് ബിസിനസ്. ഞാൻ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഒരു ചിന്തയിലുണ്ട്, അവിടെയാണ് ഹൗസ്. നേത്രാവതിയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നുണ്ട് നമ്മളെ നാട്ടിൽ. അത് മെട്രോ കൊച്ചി പോർട്ട്. സെപ്പിക്കിന്റെ വീക്ക്നെസ് എല്ലാം അറിയാം രാജു. സെപ്പിക്കിന്റെ വീക്ക്നെസ് എല്ലാം അറിയാം. ആയിരിക്കും അവിടെ ഒരു ബോട്ട്. ഹൈവേ ഫോട്ടോ വെച്ച് നമുക്ക് നേരെ ഹൈവേയിൽ പോകാനാണ്. നോക്കുന്ന അന്തരീക്ഷത്തിൽ മയങ്ങിക്കൊണ്ട് അഹിറസ് രാജവെമ്പാലം. അവിടെ ഒരു സാധനം വരുന്നുണ്ട്.
യാത്ര ആസ്വദിക്കാം. നമ്മൾ റീൽസല്ല നോക്കണേന്ന് പറഞ്ഞുകൊണ്ട് അൻവർച്ച നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പ് വൈപ്പി. അതാണ് ജെട്ടി. വണ്ടി കയറുന്നതാണ്. അടുത്ത കാറ് ബസ്സും കയറാണ്. ബസ്സിലെ കാർ മാത്രം. ചാള മീനി പിടിക്കണം. ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയില്ല. കുറെ ജോലിക്കാരെല്ലാം ഉണ്ട്. അവിടെയാണ് ഇന്ത്യൻ പെട്രോൾ പമ്പിൻ്റെ പ്ലാന്റ്. കാണാൻ പറ്റും ഇന്ത്യൻ പെട്രോൾ പമ്പ്. റോട്ടൊക്കെ ചെത്തിയിരിക്കുകയാണ്. കേട്ടിട്ടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോൻ്റെ അകത്ത്. അത് വള്ളായതുകൊണ്ട് ഇവിടെ മോഡലുണ്ട്. ബിലാൽ ജോൺ കുരിശിങ്ങൾ കാണാൻ പോകും. ബിലാൽക്കയുടെ വീട് കളറുള്ള പെയിന്റ് എല്ലാം മാറി വന്നിട്ടാകുമ്പോൾ മൊത്തം എന്താ ഷോപ്പ്. 3 കൂട്ടുകാർ നടുക്കിനുണ്ട്. ഒരുത്തിന് സ്റ്റോപ്പായി. പല പല മിനിയേച്ചർസ് ഉണ്ട്. മോണ്യുമെന്റ്സ്. ഗൈസ് എവിടെ പോയി സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക. ഇവനാണ് പുതിയ സ്ഥാനാർത്ഥി. 10ാം വാർഡിലെ ഫോർട്ട് കൊച്ചി 10ാം വാർഡിലെ സ്ഥാനാർത്ഥി. താങ്കൾ എന്ത് വികസനമാണ് കൊണ്ടുവരാൻ പോകുന്നത്? പറയും. ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് എന്ത് കൊണ്ടുവരും? താങ്കളുടെ മൈൻഡിൽ എന്തൊക്കെയാണ് ഉള്ളത്? ലൈവിൽ വരക്കണ സാധനം നിങ്ങൾക്ക് വേണോ? ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ലൈവ്. പുള്ളിക്കാരത്തെ വരച്ചോണ്ടിരിക്കാം. യുദ്ധത്തിന്റെ കഥയെന്ന് തോന്നണേ. നമ്മളെ പോയിട്ട് വായിച്ചു വരാം. ഇവിടെ ഉണ്ട് എന്താണെന്ന്. അതാണ് വേണ്ടത്. കൊച്ചിയിലെ ശാന്തത വെള്ളിയാഴ്ച. ആ ബോട്ട് അവിടെ നീങ്ങിത്തുടങ്ങി. എന്താ ഷിപ്പ്. എന്നെ തെറ്റുകൾ തിരുത്താനായി പഠിച്ചവന് വെച്ചൊരു മുതലായത്. പക്ഷേ കുറേ ബിൽഡിങ്ങുകൾ. ആസ്വദിച്ച് കൊണ്ടുപോകുന്ന 3 കൂട്ടുകാർ. കടൽ അപ്പുറത്ത് കായൽ, ഇപ്പുറത്ത് കടൽ. കുറച്ച് പേരവിടെ വെള്ളത്തിൽ കളിക്കാൻ വന്നിട്ട് സ്വാമിമാരൊക്കെ കളിച്ചോണ്ടായിരുന്നു. ഇപ്പം അവർ പോയി. ചെറിയ കൊച്ചു പൊട്ടി. പേര് പ്രോട്ടീൻ കയറ്റാണ്. കടല അവിടെ അടുത്തും കയറ്റിക്കൊണ്ടിരിക്കുക.
ശരി ഇങ്ങ് തന്നേ. ഇത് കടല, അത് വേറെ സാധനം. കേട്ട് നോക്കിയാല് അങ്ങനെ കിട്ടി ഗൈസ്. എന്താ സാധനം ഒന്നും നമുക്കറിയില്ല കേട്ടാ. ശ്മശാനം ഗൈസ്, ചർച്ചിന്റെ ശ്മശാനം. ഇത്രയല്ല നടന്നു, ഒരു ഡസ്റ്റ്ബിന്നില്ല. ഗൈസ് ഓപ്പൺ ജിമ്മുണ്ട്, ചെക്കന്മാർക്ക് എന്തോ കണ്ട്. അപ്പൻ മസ്കർ ഗൈസ് എടുത്തോണ്ട് വാ ബണ്ണ്. പോ 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 ഓ അങ്ങനെ ബൻ മസ്ക അമ്മ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. എന്ത് വ്യത്യാസം അമ്മമാരോട് ജിമ്മൻ കഥ. ഈനെന്താ ഇത്ര കേൾവി? ഉറപ്പാണോ? എന്നാ ഞമ്മക്ക് ആ ഒറിജിനൽ ട്രൈ ചെയ്തിട്ട് പോരായിരുന്നോ? ഉണ്ടെന്ന് തോന്നുന്നു ഫുള്ള് ഗെയിം കളിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആദ്യമായിട്ട് കാണാം. ഹോക്കി കളിച്ചോണ്ടിരിക്കുക, മറുവശത്ത് ഫുട്ബോൾ. വാവ്, ബിലാൽക്കര വീട്. ഇത് മൊത്തം മീനിൻ്റെ ചങ്കോട്ടം പോലെ ആക്കിയിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ ഒരുക്കം തോന്നണം. ഫോർട്ട് കൊച്ചിയിലെ സ്ട്രീറ്റ് കഫേ. അതിൻ്റെ ഇടയിലും പിന്നെയും വിജയിപ്പിക്കും. നഴ്സറി സ്കൂൾ അവിടെ കൺവെൻഷണൽ സെൻറ്റർ ഫോർട്ട് കൊച്ചി. ആർക്കിയോളജിക്കല്ല നോക്കുക. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ആരും ഇല്ല ഉണ്ടാക്കണേ. ഇത് അമ്പലം തോന്നണേ. ചർച്ചാണ്. ടെമ്പിൾ. സോറി ഗൈസ്, ഇത് രാത്രിയായി ഗൈസ്. എന്നിട്ട് നമ്മൾ റൂമിൽ എത്തിയിട്ട് നമുക്കിപ്പോൾ അടുത്ത മെട്രോ ഓടിക്കണം. അതിന് മുമ്പ് വൈറലായ എന്തോ സാധനം കട എന്തോ ഉണ്ടാവില്ല ഗൈസ്, അവിടത്തേക്ക് പോവാണ്. ഫുള്ള് കാക്കകളുടെ ശബ്ദം. എന്ത് വൈറൽ ഫുഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ഇവിടെ നോക്കുമ്പോൾ തുടങ്ങിയിട്ടില്ല. വൈറൽ സ്ഥലം വന്നിട്ട് മസാല ദോശയാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരാളെ കപ്പൽ വാങ്ങി. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് ഇനി അടുത്ത് തിരിച്ചു പോവാണ്. മെട്രോ വഴി ലാസ്റ്റ് മെട്രോ ആണ്. 8:30 വരെ മെട്രോ ഉണ്ട്. അപ്പോൾ മെട്രോയിൽ തിരിച്ചു പോകണം. അവിടുന്ന് ബസ് കയറി പോകണം. ഓക്കെ, ഇനി കാണാൻ കാഴ്ചകളൊന്നും ഇല്ല. ഇത്ര നേരം സെപ്പിക്കിന്റെ മൂഞ്ചി നല്ല തൊലഞ്ഞ മൂഞ്ചിയായിട്ടാണ്. സെപ്പിക്കിന്റെ മൂഞ്ചി നല്ല തൊലഞ്ഞ മൂഞ്ചിയായിട്ടില്ല ഞാൻ ഇത്ര നേരം. ഇപ്പൊ എന്താ സെപ്പിക്ക ചിരിച്ചേ? അങ്ങനെ മൂഡ് ചേഞ്ച് ആവും. അപ്പോൾ ശരി, ഇതോടെ ഇന്നത്തെ ഇത് കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ശരി, ബൈ. കഥ തീർന്നിട്ടില്ല.